അങ്കിൾ ടാങ്കിൽ വെള്ളം കയറുന്നില്ലല്ലോ. ഞാൻ നോക്കുവാനാ വന്ന് മോളെ പൈപ്പ് ബ്രാഞ്ചിങ് എടുത്താ ആന്നാ ആ ചെയർകേസിൻ്റെ ഉള്ളിലുണ്ട് മോളെ ഒരു ചുവന്ന സാധനോ. എനിക്കറിഞ്ഞൂല അങ്കിൾ, നിങ്ങൾ എടുക്കുക. നീ എന്നെ കാര്യമായിട്ട് അങ്ങ് എടുത്തു കൊടുക്കറാ. ഓൽക്കെന്ത് പൈപ്പരാൻ മോളെ പുട്ടും ചെറുവായിരുവാ. അയറ്റുകളെ മേലെപ്പോ ഒരു കണ്ണുവാണേ, ഗന്ധർവം കൂടിയല്ലേ. ആ ജാനു എടുത്തി. അമ്മ ഞങ്ങളോട് ഞാൻ പറഞ്ഞിക്കേ കുട്ടികളോട് ഇങ്ങനത്തെ മാണ്ടാത്ത വർത്താനം പറയണ്ട. ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. ജാനു എടുത്തി ഒരിക്കൽ രണ്ടാക്കും നല്ല മാറ്റമുണ്ട്. എന്തെന്നാ? അല്ല ജാനു എടുത്തി ഇന്നും പുട്ടും കടലയും തന്നെയാണോ? അല്ല, അന്ന് ഗന്ധർവൻ എന്തെങ്കിലും ചെയ്തിക്കിങ്ങളാ? ആ ചെയ്തിന്. എന്താ ചെയ്തെന്ന് വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തരട്ടെ. എനക്ക് കേക്കണ്ടേ? മോട്ടർ നന്നാക്കിക്ക് ഇതങ്ങ് അകത്ത് കൊണ്ടാക്ക്. എല്ലാമേ അപ്പുറത്തെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണ്ടേ? ബാ. നീ എന്താ ജാനു എടുത്തിനോട് പറയാൻ പോയേ? ഒന്നുമില്ല. ഞാൻ കേട്ടിക്ക്. ഞങ്ങക്കെന്താ മാറ്റോ? നിങ്ങൾ രണ്ടാളും കിസ് അടിക്കുന്ന ഞാൻ കണ്ടിക്ക്. നീ എന്താടി അങ്ങനെ പറഞ്ഞ? ഞാൻ കണ്ടതാ, എനക്കെല്ലാം തിരിഞ്ഞിക്ക്. എന്തെല്ലാം ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു റൂം കിടക്കുന്നു. നിനക്കും അതിലേട്ടന് ഒരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നേ. മതി മോളെ, ഇനി ഉരുളണ്ട. അല്ല ഇതപ്പാ തുടങ്ങിയേ? ഞങ്ങൾ തുടങ്ങിയിട്ട് കുറെ വർഷമായി. എന്താ കൊലസ്ട്രി ഒന്നും പറയാണ്ട് മാറിയിരിക്കുന്നേ? എടാ ദയവേത് നീ ഇതാരോട് പോയി പറയല്ലേ. ആലോചിക്കാം. ഒരു പാലേട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആവാം. അതിലേട്ട് ഇടക്കെല്ലാം ഇവിടെ വരും. അത് സഹകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. എടാ എന്നാൽ ആത്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് നീ എന്നെ കോട്ടയിൽ കാണാൻ വന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഒരു ബ്ലൂ ഷർട്ടും വൈറ്റ് പാൻറ്റും നിൻ്റെ കയ്യിൽ ഒരു ബ്രൗൺ ബാഗും ഉണ്ടായിരുന്നു. 5 മിനിറ്റാണ് നമ്മൾ സംസാരിച്ചത്. എനിക്ക് എക്സാമാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പോന്നു. ഇപ്പം പറ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത്ര തിരക്ക്? എക്സാമാ, പഠിക്കാനുണ്ട്. ഓക്കെ ശരി. അന്നൊരു ദിവസം ഞാൻ ബീച്ചിൽ വരുമ്പോൾ ഇനി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിന്. അത് അവനോടായിരിക്കും. അവനെ ഞങ്ങൾക്കല്ലാതെ ഒരാൾക്കും കാണാൻ പറ്റില്ല. സ്വാമി വരട്ടെ. സ്വാമി വന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലാവും. സ്വാമിയാ? അതാരാ? നമ്മളെ സെല്ലിലേ നമ്മൾ 3 പേരാ. സ്വാമി മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. നീ എന്താ ബേബി കാണിക്കുന്നേ? അവൾക്ക് നമ്മളെ ഡൗട്ടുണ്ട്. ഇനി അവള് ജീവിച്ചിരിക്കരുത്, അത് നമുക്ക് അപകടം. ഇപ്പൊ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാൻ മൊത്തം പാളും. നീ ഒന്ന് വന്നേ. ആണിന്റെ ശരീരവും പെണ്ണിന്റെ ആത്മാവും ഇത് ചെയ്യാൻ ഹിജടകൾക്ക് മാത്രമേ പറ്റൂ. ആണുമല്ല പെണ്ണുമല്ല, ശിഖണ്ഡികളാണ് പരകായ പ്രവേശം ചെയ്യുന്നത്.
ആണും പെണ്ണും കെട്ട ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു. നിന്റെ ശരീരം ഇപ്പോൾ എവിടെയാണ്? കുറെ നേരം ഉള്ളിൽ പോയിട്ട് ഇനി അവനോട് ഒരിക്കലും വരാൻ പാടില്ല. എന്തൊരു ചൂടാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരു AC വെക്കറ ഇവിടെ. ആഹാ, ഇവിടെയും കട്ടിലുണ്ട്. എന്തെന്നാ കുഞ്ഞാ കളിക്കുന്നേ? ഷർട്ട് ഇട്. യാതൊന്നും പ്രശ്നമല്ല. ഇവര് മറ്റേതല്ലേ, ഇവര് കാണുന്നൊരു ഡിസ്ക്വാളിഫിക്കേഷൻ തോന്നൂല. എന്നാ കുഞ്ഞിനൊരു ജ്യൂസ് എടുക്കട്ടെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്തെന്നാ? ഞാൻ ഈ മറ്റേ വീഡിയോസിലല്ല ലെസാബിയൻസിലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാ. ലെസാബിയൻസ് അല്ല, ലെസ്ബിയൻസ്. ചിത്രദേശം ദേശക്കാരിയല്ലേ? നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞങ്ങൾ രണ്ടുപേരും പെണ്ണാ. അല്ല, അങ്ങനെയല്ല, ഏതെങ്കിലും ഒന്ന് ആണോ ഒന്ന് പെണ്ണു അല്ലേ സാധാരണ ഉണ്ടാവുക? അതിലേട്ടാ ആരോ ഹിങ്ങളെ പറ്റിക്കുന്ന, അവക്ക് വേറെ ആളുണ്ട്. ആരി ഇനി എന്തെങ്കിലും പറയണ്ടേ? ഓൾ അതുലിന്റെ പെണ്ണ. ഓക്ക് കോളേജിൽ വേറെ ആളൊക്കെ ഉണ്ട്. ഓൻ ഇങ്ങോട്ട് വരാറും ഉണ്ട്. ഇവിടെ വരുത്തുണ്ടെന്നാ? ആരാത്? ഇനി കള്ളത്തം പറയാറേ. എന്റെ അടുത്ത് തെളിവുണ്ട്. എന്തേ കാണണോ? എന്ത് തെളിവ്? എന്ത് തെളിവ് അതിന്റെ അടുത്തുള്ളത്? എന്റെ മൊബൈലുണ്ട് ഓന്റെ ഉള്ള വീഡിയോ. എന്തേ കാണണോ? ആ കാണണം, എന്നാ കാണിക്കിനി. അവള് കണ്ട സീനാവും. നിങ്ങൾ അകത്തേക്ക് വാ. മൊബൈൽ ഡി എൻ്റെ ഓനുണ്ടല്ല, എൻ്റെ അലീന എന്നെ വളക്കാനുള്ള പരിപാടിയാ. ഒന്ന് പോടി. ഓനുണ്ട് അലീനേനെയും കൂട്ടിയിട്ട് ആത്തേര് വാതിലടച്ചിക്ക് ചെന്നോക്ക്. തുറക്കടാ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ? പട്ടിച്ചേറ്റ നായ, എനിക്ക് നേരെ തോന്നി എന്നെ ഇങ്ങനെ ചതിക്കേ. മുത്ത ഇനി വിശ്വസിക്കും, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്തായിട്ട് എന്നെ അടിച്ചേ? ഇനി കണ്ടിട്ട് ഞാനുള്ളത് ചെയ്യുന്നേ? അതാരാ ഇവിടെ ഉള്ളേ? എന്തെന്നാ ജാനു എടുത്തി? ആണുങ്ങളെ സൗണ്ട് കേട്ടിക്കെല്ലാം ഇവിടുന്ന്. ഇവിടെ ആരുമില്ലല്ലോ. ഞാനെന്നാ പിന്നെ കേട്ട്. ഒന്നുമില്ല ജാനു എടുത്തി. എടിയാവനുള്ളേ? എന്തെന്നാ ജാനുടുത്തി? എടിയാവനുള്ളേ? ഇവിടെ ആരുമില്ല ജാനു എടുത്തി. നിങ്ങൾ എന്തെന്നാ പറയുന്നേ? ഞാൻ ഇപ്പം കേട്ടേല്ലോ ഒരാണിന്റെ കൂറ്റ്. ഇവിടെ നിങ്ങൾ എന്ത് കേട്ടെന്നാ പറയുന്നേ? എനക്കുറപ്പാ ഇവിടെ ആളുണ്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാനും എടാ കളി. എന്തെന്നാ ജാനുടുത്തി? നിങ്ങൾ കണ്ടിക്കില്ല ഗന്ധർവൻ ഓടിയ? ആരോടിന്ന് ഞമ്മളൊന്നും കണ്ടിക്കില്ലല്ലോ. ജാനു എടുത്തി നിങ്ങളെ മാത്രം കണ്ടിട്ടുള്ളൂ. എന്നാ സൂക്ഷിച്ചോ. എന്തെന്നമ്മേ? എന്തെന്നമ്മേ? ഞാൻ കണ്ടിക്കടാ. എന്തെന്നാ? ഗന്ധർവനാ മോനെ. അമ്മ എന്തെന്നായി പറയുന്നേ? കണ്ടാ തന്നെ പേടിയാവൂടാ. ചട്ടൊന്നും ഇട്ടിക്കില്ല. എന്തെന്നാ ജാനു എടുത്തി കണ്ടെന്ന് പറയുന്നത്? ഞാളാരെയും കണ്ടിക്കൊന്നുമില്ലല്ലോ. അമ്മ എന്നാ പിറ്റുമ്പയും പറയുന്നേ? ഞങ്ങളാരെയും കണ്ടിക്കില്ല. ഞങ്ങളിവിടെ ആണുങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നൊക്കെ പറയുന്നത്. ഞാൻ കണ്ടതാ. അമ്മ വാ അമ്മേ. എടാ ഒരുത്തം പൂർന്ന് കീഞ്ഞ് ഓടിയിക്ക്. ഞങ്ങൾക്കൊരു കൺസെന്റ് തോറ്റോ ചല്ലു അന്തിച്ചു കൊണ്ടെത്താ. എടി നാരായണേട്ടൻ നമ്മൾ പറഞ്ഞ വിശ്വാസമായിക്കില്ല എന്നാ തോന്നുന്നേ. നീ വിളിച്ചിട്ടില്ലോ വന്നേ, എന്നിട്ട് ഓൻ ഇവളെയും കൂടി സെറ്റാക്കാൻ നോക്കുന്ന. എന്ത് വൃത്തിയായിട്ടോനോയെ. നീ രക്ഷപ്പെട്ടതാ മോളെ. എന്നോട് റൂമിൽ വാ ഒരു മാജിക് കാണിച്ചു തരാന്നെല്ലാം പറഞ്ഞു. ഞാൻ റൂമിൽ കയറിയത് അപ്പാടങ്ങ് വാലടച്ചാങ്ങി. സ്വാമി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അത്ര എളുപ്പമല്ല നിങ്ങളെ സഹായിക്കുന്നത്.
സഹായിക്കുന്നവരുടെ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലാവും. അത്രയ്ക്ക് ശക്തരായവർക്ക് മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ കഴിയൂ. അല്ല അന്നേരം ഇനിയിപ്പോൾ ഇതെന്നാ ചെയ്യാൻ പറ്റുക? ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂലല്ലേ? കാട്ടുമുത്തിയെ കണ്ടാൽ പരിഹാരം ചോദിക്കാം. നിങ്ങൾ പരോളിന് കൊടുത്തതല്ലേ? എന്നെ സഹായിക്കണം. പുറത്തിറങ്ങിയാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. യമുന എന്നെ കാണാൻ വന്നിരുന്നു. അടുത്ത അമാവാസിക്ക് മുൻപേ നീ അദൃശ്യ ശക്തി കൈവരിക്കണം. അല്ലെങ്കിൽ 1001 രാത്രികൾ നീ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അങ്കിൾ, എനിക്കെൻ്റെ ശരീരം തിരിച്ചു വേണം. എനിക്കിപ്പോൾ ഈ ശരീരം ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അതെ അങ്കിൾ, മിലന്റെ ശരീരം ഇനി എത്രയും പെട്ടെന്ന് തിരിച്ചു വേണം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ ശരീരം ജയിലിൽ സേഫാണ്. യമുന നിങ്ങളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അവൾ പറയും. സാമി എങ്ങനെയാ ജയിലിലായത്? സാമിയ മൂപ്പര MDMA തൂഫാനിൽ കുടുങ്ങിയതാ. നിങ്ങളെപ്പോലെ തന്നെ അല്ലേ? സാമി ഒരുപാട് കാലമായോ ജയിലായിട്ട്? നഗ്നപൂജ നടത്തുമ്പോഴാണ് എന്നെ പിടിച്ചത്. അടുത്തൊന്നും കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. അതെന്തിനാ അങ്ങനെ ഒരു പൂജ? സാത്താനെ പ്രീതിപ്പെടുത്താൻ. അവര് തന്നെ സാത്താന് ബലി കൊടുക്കാനാണ് കൊണ്ടുപോയത്. അപ്പൊ യമുനയുടെ ആൾക്കാരാണ് നിന്നെ ചതിച്ചത്. അപ്പൊ നിങ്ങൾക്കറിയോ അവരെ? യമുനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 7 പേർ സാത്താനെ പ്രീതിപ്പെടുത്തി അദൃശ്യശക്തി നേടാൻ ഒരുങ്ങുന്നുണ്ട്. അതിലൊരാളായിരിക്കും നിന്നെ ചതിച്ചത്. അതെ, ഹലീന പറഞ്ഞിരുന്നു അവർ അദൃശ്യ ശക്തി നേടാൻ പോവാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ശരി. യമുന, വാ. അമാവാസിക്കിനി 7 നാൾ. 6ാമത്തെ നാൾ നിങ്ങൾ സാത്താംപാറയിലെത്തണം. എല്ലാം തയ്യാറാക്കി അവിടെ ഞാനുണ്ടാവും. വിഷമിക്കേണ്ട കുട്ടി, എനിക്ക് പരോള് കിട്ടി. എന്നെ സഹായിക്കില്ലേ? എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ആരാ? ഈ വീട് വാങ്ങാൻ വേണ്ടി വന്നതാ. വാങ്ങാനോ? അതിനിത് വിൽക്കുന്നില്ലല്ലോ. ഈ വീടിൻ്റെ ഓണർ പറഞ്ഞിട്ട് വന്നതാ. ബേബി, ഇവർക്ക് വീട് മാറിയതാണോ തോന്നുന്നത്? നാരായണൻ നായരുടെ പേര് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. എടി ഇതാരാ? ഈ വീട് വാങ്ങാൻ വന്നവരാ. ഇഞ്ഞോടാരാ പറഞ്ഞു ഈ വീട് വെക്കുന്നുണ്ട് എന്ന്? നാരായണേട്ടൻ അതാ വരുന്നു. ഞാൻ അങ്ങ് ചോദിച്ചു. അല്ല നാരായണേട്ടാ, ഇവരെന്തിനാ വന്നേ? ഈ വീട് കൊടുക്കുന്ന മക്കളെ ഒരിത് നോക്കാൻ വന്നതാ. അപ്പൊ ഞങ്ങൾ എവിടെ പോവും? നിങ്ങൾ അടുത്ത മാസം മുതൽ ഹോസ്റ്റലിലേക്ക് മാറ്റാനാ നിങ്ങളെ പേരൻസ് പറഞ്ഞ്. ഹോസ്റ്റലോ? അതെ. ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ ഞങ്ങളെ മാറ്റുന്നേ? മക്കളെ ബാക്കിയെല്ലാം നിങ്ങൾ പേരൻസോട് ചോദിച്ചാൽ മതി. ഇനി ഗന്ധർവനെല്ലാം അങ്ങ് ഹോസ്റ്റലിലേക്ക് വരട്ടെ. അല്ല നിങ്ങൾക്ക് വീട് ഇഷ്ടമായാ? എന്നാൽ എൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കാം ബാക്കി.
അമ്മ നാരായണായിട്ട് പറഞ്ഞു ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാൻ പോകുന്നെന്ന്. ആ ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി കേട്ടാ. ഇനി ഞാൻ എന്താക്കീനമ്മേ? ഏതോ ഒരുത്തനാടെ വന്നിനല്ലോ, അതാരത്? ആരും വന്നിക്ക്? ഇവിടെ ആരും വന്നിക്കൊന്നുമില്ല. ജാനുവടിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞിന്. ഒന്നിലിഞ്ഞ് പഠിത്തം നിർത്തി ഇങ്ങോട്ട് പോരി, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോ. രണ്ടിലേതെങ്കിലും ഒന്ന് മതി കേട്ടാ. അത് നീയാണോടി തീരുമാനിക്കുന്നേ? എന്ത് ഇനി എന്ത് തന്നെ പറയുന്നേ? മിണ്ടാതെ അടങ്ങിയിരുന്നോളണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഹലോ ഹലോ, ഇനി എല്ലാത്തിനും കാരണം അതിലേട്ടൻ വന്ന ജാനുവടുത്ത് കണ്ടിട്ട് അത് ഇത്രയും വലിയ പ്രശ്നമായത്. ഹോസ്റ്റലിലേക്ക് നമ്മൾ എന്തായാലും പോവില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് പോന്നാ. എനിക്ക് നിങ്ങളോട് താമസിക്കാൻ താല്പര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ പഴയ പോലെ ഒന്നല്ലല്ലോ. സ്ട്രേഞ്ചറെ പോലെയല്ല എന്നോട് പെരുമാറുന്നത്. അതെനിക്ക് തോന്നുന്നതാ. ഇന്ന് 15 ആയിക്കല്ലേ ഉള്ളൂ. അമാവാസി ഇനി എപ്പോഴാ? ഒരാഴ്ചക്കുള്ളിലുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് പേടിക്കാനില്ലല്ലോ. പേടിക്കണം. ചിലപ്പം ഇവളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നേക്കാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടാൻ നമ്മളെന്താക്കൂ? ഇവളെ വീട്ടിൽ നിന്ന് ആരും ഇനി അന്വേഷിച്ച് വരാൻ പാടില്ല. മകനെ, നീ എന്തിനാണ് എന്നെ തേടി വന്നത്? ആത്മാവിനെയും ശരീരത്തെയും വേർതിരിച്ചിരിക്കുകയാണ്. കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. പരകായ പ്രവേശം. അമ്മയൊരു പരിഹാരം പറയണം. ഇതിനൊരേ ഒരു മാർഗം, ആത്മാവിനെ ബന്ധിക്കണം. എങ്ങനെ? എല്ലാ മനുഷ്യരുടെ ആത്മാക്കളും ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ ചില സമയങ്ങളിൽ ശരീരം വിട്ട് പുറത്തു വരാറുണ്ട്. ശരീരം വിട്ട് പുറത്തു വരുന്ന ആത്മാവിനെ ബന്ധിക്കണം. അവൻ അദൃശ്യശക്തി നേടും. അത് തടയാൻ നമുക്ക് സാധിക്കില്ല. അതെന്താ? സാത്താൻ അവർക്ക് കാവലുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അല്ലേ? പറ്റും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഹലോ അങ്കിൾ, ഞങ്ങൾ ഇറങ്ങി. നല്ല മഴയുണ്ട്, നീ കൊടെടുക്ക്. ഈ 5-ാം പാതിരാക്ക് ഇവരെങ്ങോട്ടാണ്? ഇതെന്താ ലേറ്റ് ആയേ? ആ മൂങ്ങ ഉറങ്ങണ്ടേ? ഒരുപാട് നന്ദി സ്വാമി.
നീ എന്താ രാത്രി? ഞാൻ ഒരു ഊബർ വിളിച്ചിട്ട് വന്നത് അച്ഛാ. അമ്മയുടെ നീ അമ്മയോട് എന്നാ പറഞ്ഞത്? നീ എന്തോ പറഞ്ഞു മറ്റേ അമ്മ കരച്ചിലല്ലോ ഇവിടുന്ന്. ഞാൻ വെറുതെ കളിയാക്കിയത് അച്ഛാ. അതിന് മാത്രം ഞാൻ എന്നാ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛാ. അല്ലമ്മേ, ഞാൻ വെറുതെ തമാശാക്കിയല്ലേ. ഇനി കോളേജിൽ പോണ്ട. എന്നാ ഞാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വാ. ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ പോയിട്ട്. അങ്കിൾ കുറെ നേരമല്ലോ പോയിട്ട്. നീ സമാധാനമായിരിക്കും, ഇപ്പൊ വരും. വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചേനു. ഒരു ഉറുമ്പിനെ പോലും എൻ്റെ അച്ഛനമ്മ ഉപദ്രവിക്കാറില്ല. ആരാ എൻ്റെ അച്ഛനമ്മേനെ കൊന്നേ? ഇത് അവൻ തന്നെയാ. മൈത്രി കൊലപാതക കേസുമായിട്ട് സാമ്യമുണ്ടെന്നാണ് ഇവിടുത്തെ പോലീസുകാരെ പറയുന്നത്. എനിക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റില്ല. കൊല്ലണം അവനെ. സ്വന്തം അച്ഛനെ അമ്മേനെ അടക്കം എത്ര പേരെ അവൻ കൊന്നിട്ടുള്ളത്. എന്നാ ശരി ചാനടുത്തിയ. അച്ഛനും അമ്മയും മരിച്ചൊരു ദുഃഖം ഓളെ മോത്തില്ലാലോ. ജാനു എടുത്തി ഓള് വീട്ടിൽ നിന്ന് വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അവക്കൊരു സങ്കടവും ഇല്ല. എന്നാലും മോളെ, ചിത്രേന്റെ അമ്മേനെയും അച്ഛനെയും ആരാ കൊന്നത്? അറിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജാനു എടുത്തി അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റിയത് കണ്ട പൊരുത്തപ്പെടണേ. നിങ്ങള് പറഞ്ഞേരം എന്ത് കളിയും ചിരിയല്ലേനു. അതൊന്നും ഇപ്പം ഇല്ല ജാനു എടുത്തി. കാണാതായി തിരിച്ചു വന്നത് പഴയ അലീനും ചിത്രയല്ല. ഓരിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. മോളെ ഇഞ്ചി ഓട്ടോ വന്നിട്ടുണ്ട്. എനക്കെന്തോ സങ്കടാകുന്നടാ. അമ്മേ, നമ്മൾ ഇത്ര കൊല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് വീട് വാടക കൊടുക്കുന്നത്. പല കുട്ടികളും വരും പോവും. എന്നാലും എനിക്ക് വല്ലാതെ ഒരു വിഷമടാ. എനക്കുണ്ട് അമ്മേ സങ്കടോ. പുതിയ കുട്ടികൾ വരുന്ന അതങ്ങ് മാറും.
കാടിനുള്ളിലേക്ക് 2 കിലോമീറ്റർ നടന്നു പോകണം. ചെകുത്താൻ പാറയിലേക്ക് എത്താനുണ്ട് അവന് പറഞ്ഞത്. അതിന് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ചെകുത്താൻ പാറയിലേക്ക് സ്വാഗതം. യമുന, എനിക്കെന്റെ ശരീരം തിരികെ വേണം. അദൃശ്യ ശക്തി ലഭിച്ചാൽ മാത്രമേ ജയിലിലുള്ള നിന്റെ ശരീരം സ്വന്തമാക്കാൻ പറ്റൂ. എങ്ങനെ? അദൃശ്യ ശക്തി ലഭിച്ചതിനു ശേഷം നമ്മൾ നേരെ ജയിലിലേക്ക് പോകും. ആദ്യം നിന്റെ ശരീരത്തിൽ ബന്ധിച്ച അവളുടെ ആത്മാവിനെ മോചിപ്പിക്കണം. അവളുടെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ നീ നിന്റെ ശരീരത്തിൽ കയറണം. മോചിതയായ അവളുടെ ആത്മാവ് ഈ ശരീരം തേടി വരും. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കണം. ശരീരം കിട്ടാതെ അവളുടെ ആത്മാവ് സാത്താന്റെ അടിമയാണ്. ഇന്ന് നേരം പുലരുമ്പോൾ നിനക്ക് അദൃശ്യ ശക്തി കിട്ടും. എന്നെപ്പോലെ നിനക്ക് പക്ഷിയാവാം, സർപ്പമാവാം, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ആവാം. പക്ഷേ ഒരിക്കലും മനുഷ്യരൂപം സാധിക്കില്ല. അതെന്താ? അതിന് നീ ഇനിയും കാത്തിരിക്കണം. എവിടെ നിന്റെ ജന്മസൃഷ്ടാക്കളുടെ ചിതാഭസ്മവും രക്തവും? അത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ അതെടുത്ത് ഇവൻ മാത്രം തനിച്ചു വാ. തിരിച്ചു വരുമ്പോ നീ എന്റെ മിലനായിട്ട് വരണം. നിങ്ങൾ ഈ ദിക്കിൽ നിന്നും ഒരു അലർച്ച കേൾക്കുമ്പോൾ ഇവളുടെ ശരീരം നശിപ്പിക്കണം. പോകാം. നമുക്ക് വിജയ നോക്കി സമാധാനിക്കാൻ പറ്റും. അനീഷ്,
ഇന്ന് നിന്റെ ശരീരം നിനക്ക് തിരിച്ചു കിട്ടും. എങ്ങനെ? സ്വാമി അതിനുള്ള പണികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ശരീരം തിരിച്ചു കിട്ടിയാൽ ഇനി എന്നെ കാണാൻ വരുമോ? താൻ കടയെ കണ്ടു പോടൂ. ഇപ്പോൾ അദൃശ്യശക്തി കൈവരിച്ചിരിക്കുന്നു. നീ നിന്റെ ശരീരം സ്വന്തമാക്കുമ്പോൾ ആ ശക്തി നിനക്ക് പൂർണ്ണമായും ലഭിക്കും. വാ അങ്കിൾ, നമുക്ക് എത്രയും പെടുന്ന ചിത്രയുടെ ശരീരം നശിപ്പിക്കണം. ശക്തി നേടി അവൻ ജയിലിലെത്തുമ്പോൾ അവരുടെ ആത്മാവിനെ അവൻ മോചിപ്പിക്കും. ആത്മാവ് ശരീരം വിട്ടുപോയാൽ അവന്റെ ശരീരത്തെ ജീവമായി എടുക്കുവാൻ നീ സമ്മതിക്കരുത്. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കഴുത്ത് മുറുക്കി ശ്വാസം നീ നിലപ്പിക്കണം. ശ്വാസം നിലച്ച ബോഡിയിൽ അവന്റെ ആത്മാവിന് കയറാൻ കഴിയില്ല. അത് മരണമാണ്. ആ സമയത്ത് ചിത്രയുടെ ആത്മാവ് സ്വന്തം ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ ജയിച്ചു. ശരീരം കിട്ടാതെ അവന്റെ ആത്മാവ് സാത്താന്റെ അടിമയായി മാറിക്കോളും. അവന്റെ ശരീരം ജീവൻ വിട്ടുപോയെന്നുള്ളത് നീ ഉറപ്പിക്കണം. കെട്ടി തൂക്കടാ. പോയിക്കോ, പോകാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ കാട്ടിൽ നിന്ന് നിങ്ങൾ ജീവനോടെ പോകില്ല. വാ മോളെ പോവാ. യമുന ചതിച്ചു. എന്റെ ശരീരത്തിന് ജീവനില്ല. ജീവനില്ലേ? എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവനില്ലാത്ത ശരീരത്തിൽ എങ്ങനെ കയറി പറ്റും? ഞാനിനി എന്തു ചെയ്യും? സാത്താന്റെ അടിമയായി നീ കാലം കഴിക്കേണ്ടി വരും. യമുന, അവസാനമായി നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ സ്വപ്നങ്ങൾ തുറച്ച് അവനെ കൊല്ലണം. എനിക്ക് അമ്മേൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അനീഷേട്ടന്. എനിക്ക് വേണ്ടി അനീഷേട്ടൻ മരിച്ചത് അത് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അങ്കിൾ, എന്റെ മിലനെ ഇല്ലാതാക്കി അവളെ കൊല്ലണം. മിലൻ ആഗ്രഹിച്ച ശക്തി നീ നേടണം. എന്നിട്ടാവാം പകവേട്ടൻ.